അമ്മേ മണി 6 6 മണിയായോ? അല്ല വേണ്ട, കാലൊന്ന് കഴിയേക്കാം. ശരിയാ, 30 വർഷത്തെ അഴുക്കുള്ളതല്ലേ. ഹലോ, ആ ബാബു, എന്താടാ? വലിയ ഫംഗ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. താങ്ക് യു. നീ ഇന്നത്തെ ന്യൂസ് കണ്ടായിരുന്നോ? PM-ന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കുഴപ്പമാണെന്നാ തോന്നണേ. എന്ത് കുഴപ്പം? നോക്കട്ടെ. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ 1990 മുതലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് ബിരുദങ്ങളും അസാധുവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് ഇന്ന് രാത്രി മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഈ ഉത്തരവ് പ്രകാരം അസാധുവായ ബിരുദം ഉപയോഗിച്ച് വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതല്ല. മാത്രമല്ല, അവർ നാളിതുവരെ കൈപ്പറ്റിയ ശമ്പളവും ആനുകൂല്യങ്ങളും പലിശ സഹിതം തിരികെ അടയ്ക്കേണ്ടതുമാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഹലോ, രാജു, എന്താടാ? നീ ഒരു കാര്യം ചെയ്യും, നീ പേടിക്കാതെ. ഞാൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ ഒന്ന് വിളിച്ചിട്ട് ബാക്കി കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാം. ആ സുരേഷനാ, ഇത് തകഴിയാ. സുഖങ്ങളൊക്കെ തന്നെയാണോ? ഓ, നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകണ്ടേ. ഓർഡിനൻസ് ഒക്കെ ഞാനും വായിച്ചടേ. ക്വാളിഫിക്കേഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. ഒരു വൈവ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ മതി. എന്ത് വൈവേ? എന്തിനാണ് ഈ വൈവയൊക്കെ, അതും സൂമിൽ? പൊതുവേ നിന്റെ ഒരു സ്വഭാവമൊക്കെ അളക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അലത്ര ഷാപ്പിലെ ഓണറാണ് നിന്റെ വൈവയ്ക്ക് എവാലുവേറ്ററായിട്ട്. പോരാത്തൊരു താഴത്തതിന്റെ പറ്റുകട മോഹനണ്ണനുണ്ട്. പിന്നെ MH വാർഡൻ ബെസ്റ്റ്. അതെന്തായാലും നന്നായി. സബ്ജക്ട് വെച്ച് വരെ ചോദിച്ചിട്ടെങ്കിലേ തെണ്ടിപ്പോയാൽ. പൊതുവെ ഒരു സൽപ്പേരുള്ളത് കൊണ്ട് സ്വഭാവം നോക്കിയാൽ വലിയ കുഴപ്പമില്ല. തന്നെ കണ്ടറിയാം. നീ കൊണ്ട് കാണിച്ചിട്ടുള്ള തെണ്ടിത്തരത്തിനൊക്കെ അനുഭവിച്ചത് ആ തകഴിയും പിന്നെ ഞങ്ങളൊക്കെയാണ്. ആ തെണ്ടിത്തരങ്ങളും എല്ലാം ഇവന്മാർക്ക് ഓർമ്മയുണ്ടാവോ ആവോ. തെണ്ടി കുത്തുവാള എടുക്കണോ അതോ വയവേലി പാസ്സാവണം, നീ തീരുമാനിക്കും.
രാജുവേ, സുഖമാണോടെ? നീ എന്തിനാണ് ഇവിടെ ഇന്ന് വന്നേക്കണമെന്ന് അറിയാമോ? അറിയാം സാർ. എന്തിനാ? വൈവാവോസി. ഓ, വൈവ തന്നെ. ഞാനും അതിന് എന്നെ ഇവിടെ വന്നത്. ഇതിന് വന്ന നിന്നോട് കുറെ ചോദ്യമൊക്കെ ചോദിക്കാൻ തോന്നുന്നു. നീ നിന്നെ കുറെ അലന്ന പല്ലുകളും പണ്ടുകളും ഒന്ന് കുറെ പൊട്ടി അടിച്ചിട്ട് പോകുന്നില്ലേ ഓസ്റ്റിന്? ആ പൈസ വയ്ക്കാന്ന് വെച്ചാണ് ഞാൻ വന്നത്. അണ്ണാ, കാശ് പോകാതിരിക്കാനാണ് വൈവാക്ക് വന്നത്. അപ്പൊ കാശ് പിന്നെയും പിടിക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. എത്ര രൂപ തരാമെന്നായിരിക്കും? നിനക്ക് വലിയ പിടിയുണ്ടോ? ഒരു 1000-ൽ താഴെ ആയിരിക്കും. എല്ലാം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നീയും നിന്റെ എന്തിന് ഫ്രാങ്കി ബോയ്സ് ആ തെണ്ടികളും കൂടെ പറ്റിയ കണക്കാണ്. മത്തായി 25 ലിറ്റർ പട്ട, 10 മുട്ട, 10 പട്ടി അല്ല മട്ടൻ. സുകേഷ് 20 ലിറ്റർ പട്ട, 50 മുട്ട, 5 ലിറ്റർ ബീഫിന്റെ ചാർ. പക്ഷെ നരുന്തു എഴുതാൻ ചെറുക്കനല്ലേ, എന്തൊരു കേറ്റാന്നടേ അവൻ. മരിച്ചിനിക്ക് വളമുള്ളതാണ്. സുധീർ 20 ലിറ്റർ പട്ട, 60 മുട്ട, 10 മട്ടൻ. അവനെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടു. നല്ല മുട്ട പോലെയാണ് ഇരിക്കുന്നത്. മട്ടനും മുട്ടയൊക്കെ അടിച്ചതാ കോഴിമുട്ട പോലെ. തകഴി 60 ലിറ്റർ പട്ട. ഇവൻ വേറെ ഒന്നും കഴിക്കില്ലായിരുന്നു. ഇവൻ ജീവിച്ചിരിപ്പുണ്ടോടെ? ഇവൻ കരൽ വാണി ചത്തുപോയി കാണോ? ഇതാണ് കണക്ക്. 1 ലിറ്റർ പട്ടയ്ക്ക് ഇപ്പൊ എത്ര രൂപ വരുന്നറിയാമോ? ഇല്ല സാർ. ആ കേട്ടോ, നല്ല സ്വയംഭം പട്ട കിട്ടണമെങ്കിൽ 1000 രൂപ 1 ലിറ്റർ. അപ്പൊ എല്ലാം കൂടെ കൂട്ടി കിഴിച്ച് ഗുണിച്ച് ഹരിച്ച് നിന്റെ വാറ്റും GST പിന്നെ നിന്റെ എല്ലാം കൂടെ ഫ്രാങ്കികളുടെ എല്ലാം കൂടെ ഡിസ്കൗണ്ട് കഴിച്ചാലും 1 ലക്ഷം രൂപ വരും. ആ 1 ലക്ഷം രൂപ വന്നിട്ട് വേണം നീ ഇവിടെ പോവാൻ. അല്ല, ഇല്ല വേണ്ട. ഈ 1 ലക്ഷം രൂപ വന്നില്ലെങ്കിൽ നിന്റെ വൈവേദ്യം കുഴിയേരിയുടെ റിസൾട്ട് വരണ പ്രശ്നമില്ലേ രാജു? സ്പോഞ്ച് പോലെയാണ്, വലിയ വില കൊടുക്കേണ്ടി വരും. സുഖം തന്നെ. അതേ മോഹനണ്ണ. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. കോളേജിന്റെ മുമ്പിൽ നിന്ന് മെൻസ് ഹോസ്റ്റൽ വരെ എത്ര ദൂരമാണ്? ഏകദേശം 450-500 മീറ്ററോളം വരും. ഇതെങ്ങനെ എനിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാം? അണ്ണാ, നമ്മുടെ ബാബു സൈദിനെ അണ്ണൻ അറിയില്ലേ? അവൻ അണ്ണന്റെ തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം ഒരു 4 മിനിറ്റ് കൊണ്ട് ഹോസ്റ്റലിലെ കക്കൂസ് കയറിയിരിക്കും. ഓട്ടവുമല്ല നടത്തവുമല്ല, ഒരു വാണം വിട്ട പോലെയാണ് അവന്റെ പോക്ക്. അവന്റെ ആ സ്പീഡ് കണ്ടിട്ട് കണക്കാക്കി പറയും. അപ്പൊ ഇനി ഞാൻ ചോദിക്കാം. നമസ്കാരം വാടൻ. രാജു, പഠിച്ച കാലത്ത് ലേഡീസ് ഹോസ്റ്റലൊക്കെ വരാറുണ്ടായിരുന്നല്ലോ അല്ലേ? ഇല്ല സാർ. താൻ പാടുമോ? അല്ല, രാത്രിയിൽ LHൽ വരുന്നവന്മാരെല്ലാം ഭാവഗായകന്മാരായിരുന്നല്ലോ. ചെറുതായിട്ട് രാവിലെ ബാത്റൂമിലെ. ബാത്റൂമിൽ ചെയ്യുന്ന കാര്യമല്ല ചോദിച്ചത്, താൻ പാടുമോ എന്നാ. എങ്കിൽ ഷഡ്ജം പിടിക്കാറുണ്ടോ? ഷഡ്ജം പിടിക്കാതെ ഇടാൻ അറിയില്ല സാർ. എടോ, താൻ ഇപ്പോഴും ബാത്റൂമിലാണോ? അവിടുന്ന് പുറത്തിറങ്ങൂ. ഷഡ്ജം ഇടണോ അതോ ഇടാതെ ഇറങ്ങണോ സാർ? ഇവനെ കൊണ്ട് തോറ്റല്ലോ. ഇനി ഷഡ്ജം വേണ്ട. ശരി സാർ, ഇടില്ല. എങ്കിൽ വേറൊരു ചോദ്യം. നിങ്ങളുടെ ബാച്ചിൽ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ആളാരാണ്? ശിശുപാലൻ. അവൻ കാണാനൊരു ശിശുവല്ലേ, അവൻ എങ്ങനെ വേഗത്തിൽ ഓടാൻ പറ്റും? അവൻ ഓടുകയാണോ ഉരുളുകയാണോ എന്നറിയില്ല. പണ്ടൊരു രാത്രി സാർ അവനെ LHൽ നിന്ന് ഓടിച്ചപ്പോൾ അവൻ മിന്നൽ വേഗത്തിൽ MHലെത്തി. അവനായിരുന്നല്ലേ ആ വേന്ദ്രൻ? എനിക്ക് ഓർമ്മയുണ്ട്. അവന്റെ കൂട്ടത്തിൽ ഒരു നീളമുള്ള ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത് നമ്മുടെ ജയിക്കുമല്ലേ സാർ? അവന് വലിയ നീളമൊന്നുമില്ല. അവനിപ്പോ വലിയ നിലയിലേക്കായി വലിയ ഡീസന്റ് ആയിപ്പോയില്ലേ സാറാ? എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും അവന്മാരെ എന്റെ കയ്യിൽ കിട്ടുമെന്ന്. ആട്ടെ, നിനക്കിതൊക്കെ എങ്ങനെ കൃത്യമായി അറിയാം? നീയാണെങ്കിൽ LHൽ വന്നിട്ടേ ഇല്ലല്ലോ. ഓട്ടത്തിൽ 3ാം സ്ഥാനം എനിക്കായിരുന്നു. Hello, how are you, candidate? KT Raj. Oh, sorry, TK Raj. ഗുഡ് മോർണിംഗ് സാർ. താടി എവിടെ പോയി? What? സാർ, സാറ് തന്നെയാണെന്നൊരു സംശയം തോന്നി. പണ്ട് താടി ഉണ്ടായിരുന്നില്ലേ? What nonsense. എന്നാ നീളത്തിന് താടി വെച്ചോണ്ട് നടക്കാൻ ഞാൻ ഏതോ തേരാജാപ്പര അല്ല തേരാപ്പാര ആത്രാണെന്ന് വിചാരിച്ചു. അധികം കിന്നാരൊന്നും വേണ്ട കേട്ടോ. Anyway, let me ask the first question. What is torsional stress? What is the formula? Tell me. If you believe in me, I believe in you, and if I believe in you and you believe in me, and going out of me is coming into me. Om Shuklam Bhadram Vishnu Shashivarnam Chaturbhujam.
എന്താ മോനെ, എന്താ അതിന്റെ പ്രശ്നം? ഇനി അങ്ങോട്ട് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു വൈവ പാസ്സാകണം. എനിക്ക് തല ചുറ്റുന്നു സ്വാമി, എന്നെ പാസ്സാകാൻ സഹായിക്കണം. ഓ അത് ശരി, നീ വിഷമിക്കണ്ട. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ നാരങ്ങയിൽ കൂടെ ശരിയാക്കി തരാം. സ്ട്രെസ്സാണ് നിന്റെ പ്രശ്നം. നീ വൈവയ്ക്ക് പോകുമ്പോൾ നീ ഭയപ്പെടണ്ട. ഇതിങ്ങനെ നീ ഞെക്കണം. നിന്റെ കൈകളിൽ ഞാനൊരു വൈബ്രേഷനായി നിന്റെ വിരലുകളിൽ കൂടി, നിന്റെ സിരകളിൽ കയറി, നിന്റെ ചുണ്ടിൽ കൂടി ഉത്തരമായി ഞാൻ പുറത്തേക്ക് വരും. നാരങ്ങ സ്വീകരിച്ചു. രാജു, നിനക്ക് ടോർഷൻ എന്താണെന്ന് മനസ്സിലാൻ എനിക്കറിയാം, പക്ഷെ എന്റെ ഫോർമുല പറ. വേണ്ട വേണ്ട വേണ്ട, നീ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിനക്ക് ഈ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത കടയുടെ പേരെങ്കിലും അറിയാമോ? മോഹൻസ് കഫേ ആൻഡ് ഫോട്ടോസ്റ്റേറ്റ്. ഹലോ ഹലോ, ഇവിടെ 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 എന്താ പറയൂ. പറയാൻ നിങ്ങൾക്ക് പല പണി അറിയാനിരിക്കും. വേറെ വല്ല പണിയും ചെയ്യുന്നതിന് പകരം ഇവിടെ വന്നിരുന്നിട്ട് ഇത് പരിപാടി ചെയ്യാൻ വേറെ വല്ല പണിയും പോയി നോക്ക്. സമയം കളയാതെ. അതെ, വെള്ളമെല്ലാം നീന്താനും കൂട്ടത്തിൽ പാടാനും ഒക്കെ ആർക്കും പറ്റും. അയ്യോ കൊല്ലതേ, അയ്യോ അമ്മേ. എന്തു ചേച്ചാ, എന്തു? അയ്യോ വൈവ